എല്ലാവർക്കും വീണ്ടും വീണ്ടും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങോട്ട് മഴയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കാലാവസ്ഥയാണ്. രാവിലെ മുറ്റത്തൂടെയൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുന്നുണ്ട്. ഞാനിന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റായിരുന്നു. ഇന്ന് മക്കൾക്ക് ക്ലാസ് ഒന്നുമില്ല കേട്ടോ. എങ്കിലും നേരത്തെ എഴുന്നേറ്റു ഒരു മൂവി കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തലേദിവസം കുറച്ച് കണ്ടിരുന്നു, അതിൻ്റെ ബാക്കി കാണാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റതാണ്. അപ്പോൾ വേറെ ആരും ഇല്ല കേട്ടോ കാണാനായിട്ട്. എല്ലാവരും രാവിലെ ഉറക്കത്തിലാണ്. രാവിലേക്ക് വേണ്ടുന്ന ഭക്ഷണം എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പുട്ടും കടലക്കറിയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ രാവിലെ കഴിച്ചിട്ട് പിന്നെ കുത്തിയിരുന്ന് സിനിമ കാണുകയാണ് കേട്ടോ. എനിക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടു. ഇവിടെ വേറെ ആർക്കും വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഇത് തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ പോയി കാണാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇരുന്ന് കാണുന്നത്. പിന്നെ ഇന്ന് ക്ലാസ്സും കൂടി ഇല്ലാത്തതുകൊണ്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ കുറച്ച് താമസിച്ചുണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. അങ്ങനെ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ ഇനി ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ബാക്കി ഞാൻ വൈകുന്നേരത്തേക്ക് വെച്ചിട്ടുണ്ട് കാണാനായിട്ട്. മത്തൻ്റെ ഇല തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പറിച്ചെടുത്തായിരുന്നു കേട്ടോ. അപ്പം മക്കൾ പറഞ്ഞു ഇത് വൈകുന്നേരത്തെ കഞ്ഞിയുടെ കൂടെ കഴിക്കാം, ബീട്രൂട്ട് തോരൻ വെച്ചാൽ മതി കേട്ടോ. മക്കൾക്ക് ബീട്രൂട്ട് തോരൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത് അരിഞ്ഞ് ഫ്രിഡ്ജിലോട്ട് വെച്ചു. പിന്നെ ഈ മത്തൻ്റെ ഇല അരിയുന്ന സമയത്താട്ടോ ഞാനൊരു കാര്യം ഓർത്തത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ കുട്ടിക്കർഷകനുള്ള അവാർഡ് മോന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിങ്ങം 1-നാണ് അത് കിട്ടുന്നത്. കൃഷിഭവനിൽ നിന്നാണ് കേട്ടോ കിട്ടുന്നത്. അപ്പം അതിന് വേണ്ടുന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവർ മേടിച്ചുകൊണ്ട് പോയായിരുന്നു. പിന്നെ അവാർഡ് ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. ചിങ്ങം 1-ന് കിട്ടുമെന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ബാക്കി ചോറ് കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പോൾ ഒരു 9:30 ആയിട്ടോ. അപ്പോഴാണ് ചോറിനുള്ള വെള്ളം വെക്കുന്നത്. പിന്നെ സാമ്പാർ വെക്കാനുള്ള പരിപ്പൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. പരിപ്പ് വേവിക്കുന്ന സമയത്ത് കുക്കറിനകത്ത് ഇതേപോലൊരു കട്ടിയുള്ള സ്പൂൺ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തിളച്ച് ചാടാതിരിക്കും കേട്ടോ. അത് പരിപ്പ് മാത്രമല്ല, ചോറ് വെക്കുമ്പോഴും പിന്നെ മറ്റുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ സ്പൂണിട്ട ഒരു ശകലം പോലും നമ്മുടെ കുക്കറിൻ്റെ പുറത്തേക്ക് തിളച്ച് ചാടത്തില്ല കേട്ടോ. ഇനി സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുരിങ്ങക്കായ അന്ന് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെയും തീർന്നിട്ടില്ല കേട്ടോ. അതാണ് ഇപ്പം സാമ്പാർ വെക്കാനായിട്ട് എടുത്തത്. പിന്നെ അരി കഴുകി കലത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കാനിരുന്നാലും ഇവിടെ ഒരു പൂവൻ കോഴിയുണ്ട്. അത് എന്തെങ്കിലും ഒരു വസ്തു പറയുമ്പോഴത്തേക്കും ഉടനെ കൂകൽ തുടങ്ങും കേട്ടോ. അതൊന്ന് നിർത്തിയിട്ട് ബാക്കി പറയാമെന്നാട്ടോ വിചാരിക്കുന്നത്. ഇനിയിപ്പം സ്റ്റൗ ഒക്കെ അപ്പം തന്നെ ഞാൻ ക്ലീൻ ചെയ്തു. പിന്നെ മോളിവിടെ ഡ്രോയിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ടിലെ സിറ്റ് ഔട്ടൊന്ന് തുടയ്ക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തുടയ്ക്കാമെന്നാട്ടോ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു ചിത്രത്തിലുള്ള പൂമ്പാറ്റയുടെ കളറാണ് കേട്ടോ കൊടുക്കുന്നത്. മോള് തന്നെയാണിത് വരച്ചത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തൂത്തിടുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്ത് വാങ്ങിയ ആ സ്ഥലത്തിൻ്റെ റബ്ബറൊക്കെ മുറിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിലേക്കൊക്കെ അത്യാവശ്യം നല്ല വെട്ടമുണ്ട് കേട്ടോ. അടുക്കളയിലൊക്കെ ആണെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ നല്ല വെട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയ്ക്കൊരു പ്രത്യേക കളറൊക്കെ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു ചാര നിറമായിരുന്നു കേട്ടോ വീഡിയോ എടുത്തു കഴിയുമ്പോൾ. ഇപ്പോൾ അത്യാവശ്യം നല്ല ഒറിജിനൽ കളറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്. അപ്പോൾ ആ ചെയറും കൂടി ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഇപ്പോൾ ആൾക്കാർ മഴ കുറഞ്ഞുകൊണ്ട് റബ്ബർ തെളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചേട്ടൻ അവിടെ റബ്ബർ തെളിക്കുന്നത് കണ്ടിട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ സാമ്പാറിൻ്റെ പരിപ്പ് വെന്തു. അതിലേക്ക് ബാക്കി സാമ്പാർ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് കുറച്ച് സാമ്പാർ പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ട് ഒരു വിസിലാകാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇൻ്റർലോക്കൊക്കെ ഒന്ന് തൂത്തിടുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 മണി 10:30 ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെയിലും വെട്ടമെല്ലാം ആയി വരുന്നുണ്ട്. പിന്നെ റബ്ബറും കൂടെ മുറിച്ചുകൊണ്ട് നല്ലൊരു വെട്ടമുണ്ട് കേട്ടോ. അപ്പോൾ മുറ്റത്തേക്കായാലും പിന്നെ തോരനുള്ളത് മോള് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ബീട്രൂട്ട്. അപ്പോൾ അതിലേക്ക് പച്ചമുളകും തേങ്ങയും ഉപ്പെല്ലാം ചേർത്ത് കറിവേപ്പിലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. സാമ്പാറിനുള്ള കടുക് താളിക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ, കടുക്, ഉലുവ, ചെറിയുള്ളി, പിന്നെ കറിവേപ്പില, സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കായം, മഞ്ഞൾപ്പൊടി ഇത്രയൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ കടുക് താളിച്ചതൊഴിച്ചു. വാളംപുളി പിഴിഞ്ഞതൊക്കെ ചേർത്തായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാർ റെഡിയായി. ഇനിയിപ്പം മത്തി വറക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ മത്തി തലേദിവസം ക്ലീൻ ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഉച്ച കഴിഞ്ഞ് ഇപ്പം നല്ല ഫ്രഷ് മീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരമാണ് മീൻ മേടിക്കുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ മത്തി വറക്കാനായിട്ട് വെച്ചു. പിന്നെ ബീറ്റ്റൂട്ട് തോരനും കൂടെ റെഡിയായി. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള കറികളെല്ലാം തന്നെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ പാചകം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അടുക്കളേൻ്റെ കോലം ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല കഴുകാൻ. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത ആ ഒരു പാത്രങ്ങളുള്ള കഴുകാൻ. രാവിലത്തെ പാത്രങ്ങൾ രാവിലെ തന്നെ കഴുകി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ്. അപ്പോൾ റൂമുകളൊക്കെ ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് മക്കൾ തന്നെ എല്ലാം അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് പോകേണ്ട. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണമെല്ലാം അപ്പുറം കൊണ്ടുവച്ചു. ഇനിയിപ്പം തുണിയൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് എണ്ണയും ഓയിലൊക്കെ തെറിച്ചായിരുന്നു. അപ്പോൾ അതും ഒന്ന് സോപ്പിട്ട്
കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗ ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് റബ്ബർ മുറിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നല്ലൊരു വെട്ടമുണ്ട് കേട്ടോ കിച്ചണിലോട്ട്. നേരത്തെ ഇത്രയും വെട്ടമൊന്നും ഇല്ലായിരുന്നു. ലൈറ്റ് ഇട്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അത്യാവശ്യം വെട്ടം ഉണ്ടാവുകയുള്ളായിരുന്നു കേട്ടോ. ഇപ്പോൾ ലൈറ്റ് ഇട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗവും ക്ലീൻ ചെയ്തു. ഇനിയിപ്പം ഈ ഒരു സിങ്കും കൂടെ ഒന്ന് തേച്ച് കഴുകിയിടുന്നുണ്ട്. അപ്പോൾ കിച്ചൺ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അകത്തെ ക്ലീനിങ്, ഫുഡ് ഉണ്ടാക്കൽ, തുണി അലക്കൽ എല്ലാം കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. കുറച്ച് പുല്ലൊക്കെ ഉണ്ട് പറിക്കാനായിട്ട്. ഇവിടെ കുരുമുളകൊക്കെ വെച്ചിരുന്നതാണ് കേട്ടോ, അതിൻ്റെ ചട്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ ആ ഭാഗത്ത് കുറച്ച് പുല്ലുണ്ടായിട്ടുണ്ട്, പൊടിപ്പുല്ലുകളാണ് കേട്ടോ. തീരെ പൊടിയാകുമ്പോൾ പറിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കുറച്ചൊന്ന് പൊന്തി വരട്ടെ എന്ന് വിചാരിച്ച് വെച്ചതാണ് പറിക്കാനായിട്ട്. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മോളും കൂടുന്നുണ്ട് പറിക്കാനായിട്ട്. അങ്ങനെ പുല്ല് പറിക്കുകയാണ്. അങ്ങനെ പുല്ല് പറിക്കലെല്ലാം കഴിഞ്ഞു. പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിക്കേണ്ട സമയം കേട്ടോ. ഫുഡ് കഴിക്കുകയാണ്. സാമ്പാർ, ബീട്രൂട്ട് തോരൻ, പിന്നെ നെല്ലിക്കാച്ചാറ്, മീൻ വറുത്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം. അടുത്ത വീഡിയോ ഉടനെ തന്നെ ഇടും കേട്ടോ.